ടി വിനോദിന്റെ മൃതദേഹം മഞ്ഞുമലിലെ വീട്ടിലെത്തിച്ചു. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. വലിയ ജനക്കൂട്ടം തന്നെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. വിനോദിനെ ഒരു നോക്ക്, അവസാനമായി ഒരു നോക്ക് കാണാൻ, ആ മൃതദേഹം ഒരു നോക്ക് കാണാനായി എത്തുന്നവരുടെ വലിയൊരു തിരക്ക് തന്നെ മഞ്ഞുമലിലെ വീട്ടിലും പരിസരത്തുമുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. സൂരജ് സജി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്, ഒപ്പം എബിൻ ജോസ് മഞ്ഞുമലിലെ വീട്ടിൽ നിന്നും. ആദ്യം സൂരജ് സജിയിലേക്കാണ് പോകുന്നത്. സൂരജ്, ഈ മഞ്ഞുമലിലെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ തന്നെ ആ, വലിയൊരു തെളിവാണ് ഈ വിനോദ് ഏത് രീതിയിലാണ് മനുഷ്യരോട് ഇടപെട്ടിരുന്നത് എന്ന്. വലിയ സൗഹാർദ്ദത്തോടുകൂടി മനുഷ്യരോട് ഇടപെട്ടിരുന്ന ഒരാൾ, അമ്മയുടെ പ്രിയപ്പെട്ട മകൻ, അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ അതിദാരുണമായി തന്നെ കൊല ചെയ്യപ്പെടുമ്പോഴുണ്ടാകുന്ന വൈകാരികമായ എല്ലാ വേദനയും ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ നേരത്തെ സൂരജ് പറഞ്ഞതുപോലെ പരിചയപ്പെട്ടവരോടൊക്കെ തന്നെ വലിയ സ്നേഹത്തോടെ സൗഹൃദത്തോടെ പെരുമാറിയിരുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം ഇല്ലാതാകുന്നു. വലിയ വേദനയാണ്. അവിടെ നിന്നുള്ള കൂടുതൽ പ്രതികരണങ്ങൾ, ഒപ്പം തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ. സ്മിത, അത്തരത്തിൽ തന്നെയാണ് ഈ വാർത്ത കേൾക്കുന്നവരെല്ലാവരും ഈ കണ്ണീരോടെ അല്ലാതെ ഇത് ഇവർക്ക് ആർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ ഈ സംഭവം അറിഞ്ഞ് അങ്ങോട്ടേക്ക് എത്തിയ ഒരു ടി ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ എറണാകുളത്ത് നിന്ന് കയറി ഇദ്ദേഹത്തോടൊപ്പം തൃശ്ശൂർ വരെ യാത്ര ചെയ്തതാണ്. അവിടെ ഇറങ്ങുകയും ചെയ്തു. തൃശ്ശൂരിൽ ഇറങ്ങി വീട്ടിലേക്ക് പോയി അരമണിക്കൂർ കഴിയുമ്പോഴാണ് ഇത്തരത്തിൽ വിനോദിന് ഈ അപകടം പറ്റി എന്ന വാർത്ത ഇദ്ദേഹം അറിയുന്നത്. പിന്നീട് അങ്ങോട്ടേക്ക് എത്തുകയായിരുന്നു. ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ കഴിയാത്ത നിമിഷത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോയത്. വന്ന സഹപ്രവർത്തകർക്ക് എല്ലാവർക്കും അത് തന്നെയായിരുന്നു. അത്തരത്തിൽ വലിയ സങ്കടത്തോടു കൂടി എല്ലാവരും സങ്കടം അടക്കിപ്പിടിച്ച്, അതായത് പ്രത്യേകിച്ച് രാത്രിയാണ്, ഈ രാത്രി ഇവരാരും കരയുന്ന കണ്ണീര് പോലും നമ്മൾ കാണുന്നില്ല. പക്ഷേ ശബ്ദത്തിൽ, അതായത് ചിലരൊക്കെ ഉച്ചത്തിൽ കരയുന്നത് നമ്മൾക്ക് കേൾക്കാമായിരുന്നു. അങ്ങനെയായിരുന്നു ഇന്നലത്തെ ഈ സംഭവം നടന്ന, അതായത് ഈ ക്രൈം നടന്ന സ്ഥലത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നു. അത്തരത്തിൽ വലിയ വിഷമത്തോടു കൂടിയാണ് സഹപ്രവർത്തകർ എല്ലാവരും തന്നെ ഇന്നലെ അങ്ങോട്ടേക്ക് എത്തിയത്. ഈ എല്ലാവരും പറയുന്നത്, അതായത് ഇന്ന് ഈ പോലീസ് അന്വേഷണത്തിലടക്കം പറയുന്നത്, ഈ വിനോദിന്റെ ഭാഗത്തു നിന്നൊരു വീഴ്ച പോലും ഉണ്ടായില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് നമുക്ക് പുറത്തു വരുന്നത്. കാരണം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്റെ ജോലി അത് വിനോദ് ചെയ്യുന്നു. നേരത്തെയും റെയിൽവേക്ക് ഇത് സംബന്ധിച്ചെല്ലാം പരാതി കൊടുത്തിട്ടുള്ളതാണ്. ഈ റിസർവേഷൻ കമ്പാർട്ട്മെന്റുകളിൽ മറ്റ് ടിക്കറ്റ് എടുത്തവരും അല്ലാത്തവരുമായുള്ള ഇതര സംസ്ഥാനക്കാർ കയറുന്നത് സ്ഥിരം സംഭവമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരുമായെല്ലാം സംസാരിക്കും. അങ്ങനെ നിരന്തരം പ്രശ്നങ്ങളുണ്ട്. പക്ഷേ വിനോദ് പലപ്പോഴും ഇവരോടെല്ലാവരോടും സൗമ്യമായി തന്നെയാണ് പെരുമാറാറുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. ഇന്നലെയും കാര്യമായ ശബ്ദവും അല്ലെങ്കിൽ മറ്റു ബഹളങ്ങളോ ഒന്നും തന്നെ ഉണ്ടായില്ല എന്ന തരത്തിലാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം തന്നെ. വിനോദ് പിഴയടപ്പിക്കുന്നു. അതിനുശേഷം ഈ വാതിൽക്കൽ പോയി നിന്ന് ഫോൺ ചെയ്യുകയായിരുന്നു. ഒരു കയ്യിൽ ഫോണാണ് ഉണ്ടായിരുന്നത്, ഒരു കൈ മാത്രമാണ് ഈ സമയത്ത് ഡോറിലെ കമ്പിയിൽ പിടിച്ചിരുന്നത്. ഈ സമയത്താണ് ഈ പിഴയടപ്പിച്ചതിന്റെ പകയിൽ ഈ രജനീകാന്ത ഈ പുറകിലൂടെ വന്ന് രണ്ട് കൈയും ഉപയോഗിച്ച് ഈ ഡോറിലൂടെ തള്ളി പുറത്തേക്ക് ഇടുന്ന ആ സമയത്ത് അങ്ങനെ ഒരു ആക്രമണം പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കൈ പിടിച്ച് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം അത് വിനോദ് നടത്തി. പക്ഷേ അത് വിഫലമായി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ഇടത്തെ വശത്തെ മുഖമിടിച്ചാണ് വീഴുന്നത്. അതിനുശേഷം 100 മീറ്ററോളം ദൂരം അദ്ദേഹം ഉരുണ്ടുപോയതിന്റെ ലക്ഷണങ്ങളെല്ലാം തന്നെ പ്രദേശത്തുണ്ട്. വലിയ വേദന സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. തൊട്ടു പിന്നാലെ അടുത്ത പാളത്തിലേക്കാണ് വീഴുന്നത്. ആ സമയം അതുവഴി വന്ന ട്രെയിൻ ഈ ശരീരത്തിലൂടെ കയറി ഇറങ്ങി. അങ്ങനെ 2 കാലുകളും അറ്റുപോയി എന്നുള്ളതാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെ വ്യക്തമാക്കുന്നത്. 9 ഭാഗങ്ങളായാണ് ഈ ശരീരം മുറിഞ്ഞു മാറിയത്. അങ്ങനെ ഓരോ ഭാഗത്തു നിന്ന് ഈ പോലീസുകാർ ഇന്നലെ എത്തിയതിനു ശേഷം ഈ ശരീരഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് ഇതിന്റെ പാളത്തോട് ചേർത്ത് വയ്ക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കി ഈ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റിയത്. ആ സമയത്താണ് ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായുള്ള ആളുകൾ പോലും അങ്ങോട്ടേക്ക് എത്തുന്നത്. ആർക്കും കണ്ടു നിൽക്കാനോ അല്ലെങ്കിൽ കേട്ടാൽ പോലും നമുക്ക് കേൾക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള സംഭവങ്ങളാണ് ഇന്നലെ അവിടെ ഉണ്ടായത്. അത്രയ്ക്കും ഹൃദയഭേദകമായ കാഴ്ചകളിലൂടെയാണ് ആ നിമിഷം മുതൽ ഇങ്ങോട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ പോസ്റ്റ്മോർട്ടം നടന്ന തൃശ്ശൂർ മെഡിക്കൽ കോളേജിലായാലെല്ലാം നമ്മൾ കണ്ടത് ഇദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ മാത്രമല്ല, ഇദ്ദേഹത്തെ സ്നേഹിക്കുന്ന, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഇദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒട്ടേറെ പേരുണ്ട്. നാട്ടിൽ നിന്നൊക്കെ ഇന്നലെ ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ എത്തിയിരുന്നു. അവരുമായെല്ലാം നമ്മൾ സംസാരിക്കുമ്പോൾ ഈ സിനിമ സ്വപ്നം കണ്ട് നടന്നിരുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നെങ്കിലും ഒരു ആഗ്രഹം സാധിക്കണമെന്ന് അല്ലെങ്കിൽ ഒരു ആഗ്രഹം നേടിയെടുക്കണമെന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചാൽ, അതിനുവേണ്ടി നമ്മൾ പോരാടിയാൽ അത് ലഭിക്കും എന്ന് പറയുന്ന പോലെ ഒരു ജീവിതമായിരുന്നു ഇദ്ദേഹത്തിന്റെ. കാരണം ഈ സിനിമയിൽ അഭിനയിക്കണമെന്ന ആഗ്രഹത്തിന്റെ പേരിൽ കുറേ കാലം ഇതിനു വേണ്ടി അലഞ്ഞിട്ടുണ്ട്. ജീവിതത്തിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഇദ്ദേഹം അലഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് നല്ല നല്ല സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ കിട്ടുന്നത്. പുലിമുരുകനിൽ പോലും ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ ചെയ്തു. ചെറുപ്പകാലം തൊട്ടേ ഈ നാടകരംഗത്ത് തിളങ്ങി വന്ന ആളായിരുന്നു ഈ വിനോദ് എന്ന് പറയുന്നത്. പിന്നീട് മിമിക്രിയായി. അങ്ങനെ മിമിക്രിയിലും നാടകത്തിലും എല്ലാം തിളങ്ങി
തിളങ്ങി നിന്ന ഒരു ചെറുപ്പക്കാരൻ, അത് ചെറുപ്പം തൊട്ട്, അതായത് ചെറുപ്പകാലം മുഴുവൻ ചിലവഴിച്ചത് തിരുവനന്തപുരത്തായിരുന്നു. അതിനുശേഷം ഇടക്കാലത്ത് മാളയിൽ താമസിച്ചു. അതിനുശേഷമാണ് ഈ മഞ്ഞുമല്ലിലേക്ക് മാറുന്നത്. ഈ 3 ഇടങ്ങളിലുള്ളവർക്കായാൽ പോലും എല്ലാവർക്കും ഈ പറയാനുള്ളത് വിനോദിന്റെ പഴയകാല ഓർമ്മകളും എല്ലാം തന്നെയാണ്. ചിരിക്കുന്ന മുഖത്തോടെ അല്ലാതെ ആരും തന്നെ വിനോദിനെ കണ്ടിട്ടില്ല. എപ്പോൾ കണ്ടാലും പുഞ്ചിരിക്കുന്ന മുഖം മാത്രമാണ് എന്നുള്ളതാണ് ഇവർക്കെല്ലാവർക്കും പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിനോദിന്റെ വേർപാട് ഇവർക്കെല്ലാവർക്കും താങ്ങാവുന്നതിനപ്പുറമാണ്. അത് സഹപ്രവർത്തകർ എന്നത് മാത്രമല്ല, തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ചായ വിൽക്കുന്ന ഒരു സാധാരണക്കാരന് പോലും വിനോദിനെ അറിയാമായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ അതിൽ നിന്ന് തന്നെ നമുക്ക് വിനോദിനെ എത്രത്തോളം ആളുകൾക്ക് ഇഷ്ടമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഒരു ടി ഒക്കെ ഒരു സാധാരണ ചായക്കട വിൽക്കുന്ന ചായക്കടയിലെ ആളുകൾ പോലും മനസ്സിലാക്കുന്നു. അങ്ങനെ അത് ഒരു വ്യക്തിയല്ല, പലരും ഈ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെല്ലാം നിന്ന് ഇന്ന് അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി, അവസാനമായി കാണുന്നതിന് വേണ്ടി അങ്ങോട്ടേക്ക് എത്തി. ആ ഹൃദയഭേദകമായ കാഴ്ചയുടെ മറ്റൊരു തലമാണ് ഇപ്പോൾ ഈ മഞ്ഞുമല്ല വീട്ടിലാണെങ്കിൽ പോലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും പറയാനുള്ള അതാണ്. ആ മഞ്ഞുമല്ല വീട് വിനോദ് ഏറെ ആഗ്രഹിച്ച് പണി കഴിപ്പിച്ച വീടാണ്. 3 ആഴ്ച മാത്രമേ ആ വീട്ടിൽ ചിലവഴിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ആ വീട്ടിൽ ഏറെക്കാലം ജീവിക്കണമെന്ന ആ ആഗ്രഹം പോലും സാധിക്കാതെയാണ് വിനോദ് മടങ്ങുന്നത്. ഇങ്ങനെ ഒരു യാത്ര പോകുമ്പോൾ ആ വീട്ടിലേക്ക് തിരികെ വരാമെന്ന സന്തോഷത്തോടു കൂടിയായിരിക്കണം, അല്ലെങ്കിൽ ആഗ്രഹിച്ചായിരിക്കും ഈ യാത്ര തുടങ്ങിയത്. പക്ഷേ ആ യാത്ര ഒടുവിലത്തെ യാത്രയാകുമെന്ന് ഒരിക്കൽ പോലും വിനോദ് വിചാരിച്ചിട്ടുണ്ടാകില്ല. എന്തായാലും ഹൃദയഭേദകമായ കാഴ്ചകൾ തന്നെയാണ് തൃശ്ശൂരിലും ഇപ്പോൾ മഞ്ഞുമല്ലിലും എല്ലാം ഉള്ളത്. അതെ, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മഞ്ഞുമല്ല വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. മൃതദേഹം അവിടെ എത്തിച്ചതു മുതൽ നിലയ്ക്കാത്ത പ്രവാഹമാണ്. അത് നാട്ടുകാരുണ്ട്, ബന്ധുക്കളുണ്ട്, പലയിടങ്ങളിലായി താമസിച്ചു. അവിടെ ഉണ്ടായിരുന്ന അയൽവക്കക്കാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്. അങ്ങനെ വലിയൊരാൾക്കൂട്ടം അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. തികച്ചും വൈകാരികമായ ഹൃദയഭേദകമായ ദൃശ്യങ്ങളാണ്. എബിൻ ജോസ് അവിടെ നിന്ന് ചേരുന്നുണ്ട്. എബിൻ, ഇപ്പോഴും ആൾക്കൂട്ടം അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ? ഇതാ അങ്ങനെയാണ്. നിരവധിയായ ആളുകൾ പല സ്ഥലങ്ങളിൽ, സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ, പ്രത്യേകിച്ച് ഈ റെയിൽവേ ജീവനക്കാരടക്കം, റെയിൽവേ ജീവനക്കാരുടെ സംഘടനയിൽപ്പെട്ട ആളുകൾ, അതുപോലെ തന്നെ റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥർ അടക്കം ഈ വീട്ടിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പല ഭാഗങ്ങളിൽ നിന്ന്, പല റെയിൽവേ ഡിവിഷനുകളിൽ നിന്നുള്ള ആളുകളും എത്തിക്കൊണ്ടിരിക്കുന്നു. അതോടെ തന്നെ ഇദ്ദേഹത്തിന്റെ സാംസ്കാരിക തലത്തിൽ കലാരംഗത്ത് പ്രവർത്തിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ സിനിമയിലും മറ്റ് സൗഹൃദങ്ങളുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ആളുകൾ എത്തിച്ചേരുന്നു. ഈ മഞ്ഞുമലിൽ വന്നിട്ട് അധികം നാളായില്ലെങ്കിൽ പോലും ഈ മഞ്ഞുമൽ പ്രദേശത്തെ ആളുകൾ എത്തുന്നുണ്ട്. രാഷ്ട്രീയ രംഗത്തുനിന്നുള്ള ആളുകൾ എത്തുന്നുണ്ട്. അങ്ങനെ നിരവധിയായ ആളുകൾ ഈ വീട്ടിലേക്ക് വിനോദിന് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി എത്തുകയാണ്. എല്ലാവരും വളരെ ഹൃദയഭേദകമായ കാഴ്ച തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ആളുകൾക്ക് ഇത് താങ്ങാനാവുന്നില്ല. കാരണം ഈ മരണം സംഭവിച്ച, ഈ കൊലപാതകം സംഭവിച്ച തൃശ്ശൂരിൽ യാത്രക്കാരൻ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ ടി വിനോദിന്റെ മഞ്ഞുമല്ലെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ നിന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ എബിൻ ജോസ് നൽകിയത്. അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾ, പാതാളത്തെ പൊതുശ്മശാനത്തിലാകും സംസ്കാരം നടക്കുക. അതിനുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും.